രാജ്യത്ത് ട്രെയിനുകളിലെ AC കോച്ചുകളിൽ ബെഡ്ഷീറ്റ്, പുതപ്പ്, തലയിണ കവറുകൾ എന്നിവയുടെ മോഷണം പെരുകുന്നു. 4 വർഷത്തിനിടെ 1.27 കോടി എണ്ണമാണ് ട്രെയിനുകളിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടത്. വിവരാവകാശ പ്രകാരം ലഭിച്ച മറുപടിയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, എന്തായാലും ഒരു ഗുരുതരമായ വിഷയമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും വലിയ ഒരു മോഷണത്തിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഏതായാലും രസകരമായ ഒരു മോഷണം തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ നമ്മുടെ ട്രെയിനുകളിലെ AC കോച്ചുകളിൽ കയറുമ്പോൾ ഓരോ യാത്രക്കാരനും ഒരു പുതപ്പ്, അതുപോലെ തന്നെ ഒരു ബെഡ്ഷീറ്റ്, ഒരു തലയിണ കവർ എന്നിവ നൽകും. ഇതെല്ലാം മോഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 4 വർഷത്തിനിടയിൽ ഏതാണ്ട് 1.27 കോടി ഇത്തരത്തിലുള്ള വസ്തുക്കളാണ് മോഷ്ടിക്കപ്പെട്ടത് എന്നുള്ളതാണ് പുതിയ കണക്കുകൾ എന്ന് പറയുന്നത്. അതിൽ ഈ ടവലുകൾ അത് മോഷ്ടിക്കപ്പെട്ടത് 46,54,000 എണ്ണമാണ്. 46.54 ലക്ഷം ടവലുകൾ ഇത്തരത്തിൽ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബെഡ്ഷീറ്റുകൾ മോഷ്ടിക്കപ്പെട്ടത് 41.13 ലക്ഷമാണ്. അതുപോലെ തന്നെ പില്ലോ കവറുകൾ അതൊരു 23.59 ലക്ഷവും, പുതപ്പുകൾ 12.95 ലക്ഷവും, തലയിണകൾ 2.76 ലക്ഷവും മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച ഈ മറുപടിയിലുള്ളത്. ഇന്ത്യൻ എക്സ്പ്രസ് പത്രമാണ് ഈ വിവരാവകാശ നിയമപ്രകാരം ഈ വിവരങ്ങൾ റെയിൽവേയിൽ നിന്ന് തേടിയത്. റെയിൽവേയുടെ എല്ലാ ഡിവിഷനുകളിൽ നിന്നും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ റെയിൽവേ തേടിയിരുന്നു. അതിൽ ബിക്കാനീർ, റാഞ്ചി എന്നിവയിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മോഷണം നടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അവിടെ മാത്രം ഈ ബിക്കാനീർ ഡിവിഷനിൽ മാത്രം നടന്നത് 25.76 ലക്ഷത്തിൻ്റെ മോഷണമാണ്. അതുപോലെ തന്നെ റാഞ്ചിയിലാണെങ്കിൽ അത് 9.31 ലക്ഷം ആണ് എന്നുള്ളതാണ്. അതിന് പിന്നാലെ ഡൽഹിയുണ്ട്, അതുപോലെ തന്നെ മുംബൈയുണ്ട്, ജോധ്പൂരുണ്ട്, അഹമ്മദാബാദുണ്ട്, അങ്ങനെ പിന്നിലേക്ക് ഓരോ സംസ്ഥാനങ്ങളുമുണ്ട്. അതേസമയം ഏറ്റവും മോഷണം റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത 2 ഡിവിഷനുകൾ അത് ദക്ഷിണേന്ത്യയിലാണ്. ഒന്ന് നമ്മുടെ പാലക്കാട് ഡിവിഷനും അതുപോലെ തന്നെ തിരുച്ചിറപ്പള്ളി ഡിവിഷനും. ഈ 2 ഡിവിഷനുകളിലും മോഷണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും മോഷണം വളരെ വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. അതിൽ 1000 യാത്രക്കാർ കയറുമ്പോൾ അതിലൊരാൾ ഇതെല്ലാം മോഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഏതെങ്കിലും ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു സാധനം, അതിൽ ഒന്നില്ലെങ്കിൽ പുതപ്പാകാം, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ആവാം, അല്ലെങ്കിൽ ഈ തലയിണയുടെ കവറാകാം, അല്ലെങ്കിൽ ടവലാകാം, അല്ലെങ്കിൽ ഈ തലയിണ തന്നെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഈ വിവരാവകാശ മറുപടിയിൽ ഉള്ളത്. നമുക്കറിയാവുന്ന പോലെ ഓരോ യാത്രക്കാരനും കയറുമ്പോൾ ഇത് നൽകുന്നുണ്ട്. അതിനുശേഷം അവർ ആ യാത്ര അവസാനിപ്പിക്കുമ്പോൾ അത് അവിടെ തന്നെ മടക്കി അല്ലെങ്കിൽ അവിടെ തന്നെ ഉപേക്ഷിച്ച് പോവുക എന്നുള്ളതാണ് ഈ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. പക്ഷേ അത് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. ഈ 5 സ്റ്റാർ ഹോട്ടലൊക്കെ താമസിക്കുന്ന ആളുകൾ അവിടെ നിന്ന് പോകുമ്പോൾ ഈ കോംപ്ലിമെൻ്ററി ആയി കിട്ടുന്ന സാധനങ്ങളും ബാഗിലിട്ട് പോകുന്ന ഒരു വിവരങ്ങൾ, അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 1000 യാത്രക്കാർ യാത്ര ചെയ്യുമ്പോൾ അതിലൊരാൾ ഇത്തരത്തിൽ ഈ ബെഡ്ഷീറ്റും ഒക്കെ അവരുടെ കയ്യിൽ മടക്കിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 1 കോടി രൂപയ്ക്ക് 100 കോടി രൂപയ്ക്ക് മുകളിലുള്ള നഷ്ടമാണ് ഇത് സംബന്ധിച്ച് റെയിൽവേക്ക് ഉണ്ടായിട്ടുള്ളത്. അതായത് 104 കോടി രൂപയുടെ നഷ്ടമാണ് ഈ 4 വർഷത്തിനിടെ റെയിൽവേക്ക് ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഈ ഏറ്റവും കൂടുതൽ മോഷണം നടന്നു എന്ന് പറയുന്നത് ഈ 2025 കാലത്താണ്. അവിടെ ആ വർഷം മാത്രം 38.81 ലക്ഷം സാധനങ്ങളാണ് ഇത്തരത്തിൽ മോഷണം പോയത്. അതുപോലെ തന്നെ പിന്നീട് 2024 31 ലക്ഷവും മോഷണം പോയിട്ടുണ്ട്. ഈ 2 വർഷങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മോഷണം നടന്നത്. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ ഈ കോവിഡ് വന്നതിന് പിന്നാലെ ഈ ബെഡ്ഷീറ്റ് അടക്കമുള്ള കാര്യങ്ങൾ കോച്ചുകളിൽ നൽകുന്നത് നിർത്തിവെച്ചിരുന്നു. പിന്നീട് കോവിഡിനൊക്കെ ശേഷമാണ് അത് വീണ്ടും പുനരാരംഭിക്കുന്നത്. ഏതായാലും ഇപ്പോൾ അത് കൃത്യമായി തന്നെ നൽകുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മോഷണം നടക്കുന്നു എന്നുള്ളതാണ് കൗതുകരമായ വാർത്ത എന്ന് പറയുന്നത്. ചെറിയ വ്യക്തമാണ്. എന്തായാലും AC കോച്ചുകളിൽ നിന്നാണ് ഇത്തരത്തിൽ മോഷണം പെരുകുന്നത്. 4 വർഷത്തിനിടെ 1.27 കോടി എണ്ണമാണ് ട്രെയിനുകളിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വിവരാവകാശ പ്രകാരം ലഭിച്ച മറുപടിയിലാണ് ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളത്. വിവരങ്ങൾ നൽകിയത് ആന്റണി ജിസ്റ്റോർജാണ്.